നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CPM നേതാക്കൾക്ക് മരുമക്കളോട് വല്ലാത്ത കെയറിംഗ് ആണ്. കണ്ടില്ലേ, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി മരുമകന് മന്ത്രി കസേര സ്ത്രീധനം കൊടുത്തത്. ഇടുക്കിയിലെ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മരുമകന് പാറമടകളങ്ങ് എഴുതി കൊടുത്തിരിക്കുകയാണ് യഥേഷ്ടം ഖനനം ചെയ്യാൻ. ഈ അനധികൃത പാറ ഖനനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാർക്ക് അടിയന്തര സ്ഥലം മാറ്റം അടിച്ചു കൊടുത്തിരിക്കുകയാണ്. CV വർഗീസിന്റെ കോട്ടയിൽ കയറി കളി ഇറക്കിയാൽ ഇതായിരിക്കും ഗതിയെന്ന്. ഇടുക്കി പിന്നെ ഇവരുടെയൊക്കെ തറവാട്ട് വകയാണെന്നാണല്ലോ CPMകാരുടെ വിചാരം. അവിടെ എന്തും ചെയ്യാൻ യഥേഷ്ടം മരുമക്കൾക്കും മക്കൾക്കും എല്ലാം അനുമതി കൊടുത്തിരിക്കുകയാണ് CPM നേതാക്കൾ. കയ്യേറി ഇടുക്കിയുടെ പകുതി മുക്കാലിലേറെ ഭാഗം ഇപ്പോൾ CPMകാരുടെ അവരുടെ ബന്ധുക്കളുടെയും കുടുംബക്കാരുടെയും ഒക്കെ കൈകളിലാണ്. അനധികൃത കയ്യേറ്റത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും നടപടിയെടുക്കാൻ സർക്കാർ തുനിയുന്നില്ല. കാരണം നടപടിയെടുക്കേണ്ടി വന്നാൽ അത് ഈ CPMകാർക്കായിരിക്കും വിനയാകുന്നത്. CV വർഗീസിന്റെ ഗുണ്ടായുസത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വലിയ തോതിലാണ് CV വർഗീസിന്റെ മകനും മരുമകനും പാറ ഖനനം നടത്തുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അനധികൃതമായിട്ടാണ് പാറമടകളിൽ വലിയ തോതിൽ ഖനനം നടത്തുന്നതും ഭൂമിക്ക് വെല്ലുവിളിയാകുന്ന തരത്തിൽ കോടാനുകോടികളുടെ പാറ ഖനനം നടത്തി കഴിഞ്ഞുവെന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. പ്രളയവും മണ്ണിടിച്ചിലും എല്ലാം ഭയന്ന് കഴിയുന്ന കുറെ ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഇത് ഭൂമിക്ക് ദോഷം ചെയ്യുമെന്ന് കൃത്യമായ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് ഈ അനധികൃത ഖനനം നടക്കുന്നത്. 10 ജില്ലകളിലെ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരെ സ്ഥലം മാറ്റിയതിന്റെ കൂട്ടത്തിലാണ് ഇടുക്കിയിലെ 2 പേരെയും മാറ്റിയിരിക്കുന്നത്. CV വർഗീസിന്റെ പകക്കിരയായി എന്നതാണ് ഇവർ ചെയ്ത കുറ്റം. പ്രത്യേകിച്ച് പാറമട ഖനനത്തിൽ ശബ്ദമുയർത്തിയെന്ന്. എന്നാൽ വിഷയം പുറത്തു വന്നതോടെ ഇപ്പോൾ CV വർഗീസ് പ്രതികരിച്ചിട്ടുണ്ട്. പേരില്ലാത്ത വ്യാജ പരാതിയിന്മേൽ നടത്തുന്ന അന്വേഷണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് CV വർഗീസിന്റെ പ്രതികരണം. ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ നിയമപരമായും രാഷ്ട്രീയപരമായും ഇടപെടും. മരുമകന്റെ ഭാഗത്തു നിന്ന് നിയമപരമല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നടപടിയെടുക്കാമെന്നും ജില്ലാ സെക്രട്ടറി CV വർഗീസ് പ്രതികരിച്ചിരിക്കുന്നത്. ഇടുക്കി MM മണിയുടെയും CV വർഗീസിന്റെയും ഒക്കെ കൈകളിലാണ്. അവർ തീരുമാനിക്കും ഇടുക്കിയിൽ എന്ത് നടക്കണമെന്ന്. കയ്യേറ്റം ഒഴിപ്പിക്കാനും ഇടുക്കിയിലേക്ക് ഉദ്യോഗസ്ഥർ കയറിയാലും കൊടുവാളും എടുത്തിറങ്ങുന്നത് MM മണിയും CV വർഗീസും ഒക്കെയാണ്. ഇവിടെ കയറി കളി ഇറക്കരുത് എന്നൊക്കെയാണ് ഇവർ ഭീഷണി മുഴക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ സബ് കളക്ടറിനെ പച്ചയ്ക്ക് തെറി വിളിച്ച കൂട്ടരാണ് ഇവരൊക്കെ. എന്നിട്ടാണ് പറയുന്നത് മരുമകന്റെ പേരിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന്, തങ്ങളെ തകർക്കാൻ വേണ്ടി ശത്രുക്കൾ ചെയ്ത നീക്കമാണിതെന്ന്. CV വർഗീസിന്റെ വീട് ഉൾപ്പെടുന്ന തങ്കമണി വില്ലേജിലും സമീപത്തെ ഉപ്പുതോട് വില്ലേജിലും സമ്പൂർണ്ണ പാറ ഖനന നിരോധനം ഏർപ്പെടുത്തണമെന്നായിരുന്നു ജില്ലാ ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഒക്ടോബർ 4-നാണ് ജില്ലാ കളക്ടർക്ക് ഇടുക്കി ജില്ലാ ജിയോളജിസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചത്. 4 മാസമായിട്ടും ജില്ലാ ഭരണകൂടം നടപടിയെടുത്തില്ലെങ്കിലും ജില്ലയിലെ അനധികൃത പാറ ഖനനം സംബന്ധിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, മകൻ, മരുമകൻ എന്നിവർക്കെതിരെ അന്വേഷണത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ ഉത്തരവിട്ട സാഹചര്യത്തിൽ ഉടൻ നിരോധനം ഉണ്ടാകാനാണ് സാധ്യത. ഇതിനിടെയാണ് ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം. അനുമതിയില്ലാതെ തങ്കമണി, ഉപ്പുതോട് വില്ലേജുകളിൽ ഖനനം തുടരുകയാണെന്നും ഇത് ഭൂമിയെ ബാധിക്കുമെന്നും അതിനാൽ തടയണമെന്നുമാണ് ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ടിലുള്ളത്. അനധികൃത പാറ ഖനനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സ്ക്വാഡിനെ രൂപീകരിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. സബ് കളക്ടർമാർ സ്ക്വാഡിന് നേതൃത്വം നൽകും. എന്നാൽ അന്വേഷണം CPM നേതാവിലേക്ക് നീങ്ങിയാൽ പണി കിട്ടുമോ എന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുമുണ്ട്. ഈ ഉദ്യോഗസ്ഥരെയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്നതാണ് ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റുമാരുടെ അടിയന്തര സ്ഥലം മാറ്റം. വർഗീസിന്റെ മരുമകൻ അനധികൃത ഖനനം നടത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. റോഡ് നിർമ്മാണത്തിന്റെ മറവിലാണ് വർഗീസിന്റെ മരുമകൻ സജിത്ത് സർക്കാർ ഭൂമിയിലെ പാറ പൊട്ടിച്ച് കടത്തിയത്. 2108 സ്ക്വയർ മീറ്റർ പാറ പൊട്ടിച്ച് കടത്തിയെന്നാണ് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട്. സംഭവത്തിൽ സജിത്തിനെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. 2022 സെപ്റ്റംബറിൽ തന്നെ സജിത്തിനെതിരായി നിരവധി പരാതികൾ കളക്ടർക്ക് കിട്ടിയിരുന്നു. സർക്കാർ ഭൂമിയിൽ നിന്ന് സജിത്ത് പാറ പൊട്ടിച്ചു കടത്തിയെന്ന് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്.
31 മീറ്റർ നീളത്തിലും ശരാശരി 8.5 മീറ്റർ വീതിയിലും 8 മീറ്റർ ആഴത്തിലും ഖനനം നടത്തിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഈ അളവും വില്ലേജ് ഓഫീസറുടെ മഹസറിലെ അളവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അളവ് വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജിയോളജിസ്റ്റ് താലൂക്ക് സർവേയറെ കൊണ്ട് സ്ഥലം അളവെടുപ്പിച്ച് എത്രത്തോളം അനധികൃത ഖനനം നടന്നുവെന്ന് കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അങ്ങനെ ഒരു പരിശോധന നടത്തിയില്ല. പ്രശ്നത്തിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റവന്യൂ ഭൂമിയിലെ പാറയാണ് പൊട്ടിച്ചു കടത്തിയിരിക്കുന്നത് എന്നതിനാൽ ഭൂസംരക്ഷണ നിയമപ്രകാരവും കേരള മിനറൽസ് ആൻഡ് മെറ്റൽ കൺസഷൻ ആക്ട് പ്രകാരവും നടപടിയെടുക്കണമെന്നും ജിയോളജിസ്റ്റ് ആവശ്യപ്പെട്ടിരുന്നു. ജിയോളജിസ്റ്റിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർ. നിലവിൽ ഒരു സ്ഥലത്തെ ഖനന വിവരങ്ങൾ മാത്രമാണ് രേഖാമൂലം പുറത്തു വന്നിരിക്കുന്നത്. ഉടുമ്പൻചോല തഹസിൽദാർ, ഭൂരേഖ തഹസിൽദാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവർക്ക് നൽകിയ കത്തിൽ CV വർഗീസ്, മകൻ അമൽ വർഗീസ്, മരുമകൻ സജിത്ത് എന്നിവരുടെ പേരുകൾ പരാമർശിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ എന്ന സ്ഥലത്ത് സജിത്ത് നടത്തുന്ന ഖനനത്തെക്കുറിച്ച് ഒരു പൊതുപ്രവർത്തകൻ പേര് വയ്ക്കാതെ എഴുതിയ പരാതി കളക്ടർക്ക് മുൻപ് ലഭിച്ചിരുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നാണ് പേര് വയ്ക്കാത്തതിന് കാരണമായി ഇയാൾ പറയുന്നത്. ശക്തമായ അന്വേഷണം ജിയോളജിസ്റ്റ് നടത്തിയതിന് പിന്നാലെയാണ് CV വർഗീസും മകനും മരുമകനും നടത്തുന്ന അനധികൃത പാറ ഖനനം കണ്ടെത്തിയത്. റിപ്പോർട്ട് കൊടുത്തിട്ടും ഇതുവരെയും ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ല. അതിന് കാരണം CPMകാരായതുകൊണ്ട് തന്നെയാണ് ഒരു നടപടിയും ഉണ്ടാകാത്തത്. ഈ CV വർഗീസ് ആളത്ര നിസ്സാരക്കാരനൊന്നുമല്ല. ഹൈക്കോടതിയെ പോലും കയറി വെല്ലുവിളിച്ച ആളാണ്. തനി ഗുണ്ടായിസം കാണിക്കുന്ന നേതാവ്. അനധികൃതമായി പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കിയപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പൊളിച്ചു മാറ്റണമെന്ന്. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെയും വെല്ലുവിളിച്ചുകൊണ്ട് പാതിരാത്രിക്ക് ബാക്കിയുണ്ടായിരുന്ന പണികളെല്ലാം പൂർത്തിയാക്കി പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് CV വർഗീസാണ്. എന്നിട്ട് ഹൈക്കോടതിക്ക് മറുപടി കൊടുത്തത് ഉത്തരവ് കിട്ടുന്നതിന് മുൻപേ പണി കഴിഞ്ഞു എന്നാണ്. ഇത്തരത്തിൽ തനി ഗുണ്ടായിസവും തെരുവ് ഗുണ്ടായിസമാണ് ഇവരുടെയൊക്കെ കയ്യിലിരിക്കുന്നത്. കോടാനുകോടികളാണ് കേരളത്തിലെ പാറയും കുന്നും മലയും എല്ലാം തുരന്നും പൊട്ടിച്ചും കൊണ്ടുപോകുന്നത്. എന്നിട്ടും ഇവരുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ല. സത്യസന്ധമായി ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ ഇട്ട് തട്ടുകയാണ്. ഇവർക്കെതിരെ ചെറുവിരൽ അനക്കുന്ന ഉദ്യോഗസ്ഥർ പിന്നെ കസേരയിൽ സമാധാനത്തോടെ ഇരിക്കില്ല. അവരെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റി കളിക്കും. എന്നാൽ CV വർഗീസിനും മകനും മരുമകനുമെതിരെ ശക്തമായ നടപടിയെടുത്ത ജിയോളജിസ്റ്റുകൾക്ക് നല്ല കയ്യടിയാണ് കൊടുക്കുന്നത്. കാരണം ഇവരുടെയൊക്കെ അധികാരത്തിന്റെ ഹുങ്ക് മനസ്സിലായിട്ടും നടപടിയെടുക്കാൻ തയ്യാറായല്ലോ. അതുതന്നെ വലിയ കാര്യമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.